ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ സൺഡേയിലൊക്കെ പോകുന്ന പോലെ ഉള്ളൊരു റൂട്ടിനല്ലായിരുന്നു ഈ വീക്കിലെ സൺഡേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെന്നാൽ അതെല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് പല്ലും തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് താഴോട്ട് വന്നു കേട്ടോ കാപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു പുറത്ത് എന്തായാലും ഇന്ന് നമ്മുടെ വീട്ടിൽ മരമൊക്കെ മുറിക്കാൻ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോവലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ കോവലെല്ലാം പറിച്ച് എന്തായാലും അതൊരു പേരമരത്തിലാണ് നിൽക്കുന്നത്. അപ്പം പേര എന്തായാലും മുറിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവർ വന്നത് കുളമാക്കുന്നതിന് മുന്നേ അത് പറിച്ച് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കോവയ്ക്ക എനിക്ക് കുറേ മീൻസ് എനിക്ക് തോന്നുന്നൊരു 1/2 കിലോളം കോവയ്ക്ക എനിക്കതിൽ നിന്ന് കിട്ടി കേട്ടോ. ഞായറാഴ്ച ദിവസം സാധാരണ ഞായറാഴ്ച മീൻസ് പോകുന്നത് വെച്ചാൽ ഞാൻ ഫുള്ള് കുക്കിങ് പിള്ളേരുടെ കാര്യം അങ്ങനെ പോകും. ഹസ്ബൻഡ് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അങ്ങനെ പുള്ളിക്കാരൻ്റെ സമയം പോകും. പിന്നെ ഈവനിങ് പിള്ളേർക്ക് പിറ്റേ ദിവസം എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പുറത്തെവിടെയും പോകത്തുള്ളൂ, അല്ലാതെ അങ്ങനെ പോകത്തില്ല വൈകിട്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു 1/4 കിലോളം കോവയ്ക്ക ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞത് എന്നാൽ അത് അങ്ങ് എടുത്തതാണ്. അങ്ങനെ പിള്ളേർ രണ്ടുപേരും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കാതെ കഴിയാതെ താടിയിലൊക്കെ കുറേ ശരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വന്ന ഹസ്ബൻഡ് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവിടെ വേസ്റ്റ് കത്തിക്കൽ അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്യാം. അതിനിടയ്ക്ക് പിന്നെ ഒരു ടാസ്ക് കൂടെ കൊടുത്ത് ഞാൻ പറഞ്ഞാൽ ഈ വീക്കിലേക്കുള്ള തേങ്ങ പോയിച്ചാൽ പുള്ളിക്കാരന് സാറ്റർഡേ രാത്രി വരത്തുള്ളൂ, തിങ്കളാഴ്ച രാവിലെ പോകും. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്കിനുള്ള തേങ്ങ ഒന്ന് പോയിച്ച് തരാൻ അങ്ങനെ ഒരു 5 തേങ്ങ പോയിച്ച് തന്നെ. അപ്പോൾ അച്ഛനും അമ്മയും ബാക്കിലാണെന്ന് പറഞ്ഞിട്ട് 2 പേരുടെ ഓടി വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ കുളിച്ചിട്ട് പോലും ഇല്ല, അവൻ മാത്രമേ കുളിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മരം മുറിക്കാൻ ആൾക്കാർ വരുന്നു. അപ്പോൾ നമ്മുടെ മരമൊക്കെ അവിടെ ബാക്കിലുള്ളത് എന്തായിരുന്നു, തെങ്ങ് 3 മൂട് തെങ്ങുണ്ടായിരുന്നു, മീൻസ് മണ്ടഭാഗം പോയത്. അപ്പം അത് മുറിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പൂവരശും ഒരു മഹാഗണിയും കൂടെ ഉണ്ടായിരുന്നു കോതാനെ. അപ്പോൾ അവിടെ മരം മുറിക്കുന്ന കാരണം 2 പേരോട് പുറത്തിറങ്ങി വരും. അങ്ങനെ ഞാനൊരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 പേരോട് അവിടെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ആ കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറി പുറത്തോട്ട് ഇറങ്ങത്തില്ല. എങ്ങനെയാണോ അതിൻ്റെ സൈഡിലോട്ട് അങ്ങനെ വന്നാൽ കാരണം അവിടുത്തെ അച്ഛനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും 2 പേരും പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവരെ ശ്രദ്ധിക്കാൻ അങ്ങനെ സമയമില്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലൊരു തെങ്ങ് നിന്നതിൽ എല്ലാം അത് ഫുള്ള് മുറിച്ചിട്ട് അതിൻ്റെ ആ തടിയെല്ലാം കൊണ്ട് നമ്മുടെ അവിടെ സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട് അവർ. അങ്ങനെ ഫ്രണ്ട് പോർഷനിലെല്ലാം ഒരുവിധം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡ് കയറി വന്നു. കാരണം ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. വെള്ളം നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് 2-3 സൺഡേയ്സ് ഞങ്ങൾ തിരക്കായിരുന്നു. മോൻ്റെ അബാക്കസിൻ്റെ എക്സാമിന് പോയി ഒരു സൺഡേയിൽ. പിന്നെ ഇടയ്ക്കാണെങ്കിൽ എന്തായാലും നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ അത് കാരണം അത് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അഴുക്കായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതിനകത്ത് 2 ഷാർക്കുണ്ട്, പിന്നെ 2 വലിയൊരു മീനുണ്ട്, അതിൻ്റെ പേരത്തിലുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് റോസ് മീനും ഒരു പൊടി, വേറെയും കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുറേ ചത്തുപോയി. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ബക്കറ്റിൽ ഒഴിച്ചേക്കുവാണേ. അങ്ങനെ ഓരോരോ മീനെ എടുത്ത് ഇട്ട് കുഞ്ഞ് 2 ഒരു ബ്ലാക്ക് ഇതിനെ വിട്ടുപോയി. ഞാൻ പറയാൻ ഇത് അങ്ങനെ പിന്നെ വലിയ കുറച്ച് മീനുണ്ടായിരുന്നേ. അതിനെ പിന്നെ ഞാൻ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നെറ്റ് എടുത്തിട്ട് ഹസ്ബൻഡ് എടുക്കാൻ നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെറ്റ് മേടിച്ചിട്ട് അങ്ങനെ വലുതിനെ 2-3 എണ്ണത്തിനെ ഞാൻ പിടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ ബക്കറ്റിലോട്ടിട്ട്. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാതെ എൻ്റെ ഷാഡോ ഒക്കെ കാണാം അതിൽ. പുള്ളിക്കാരൻ ഞായറാഴ്ച വന്നാൽ ഫുള്ള് തിരക്കായിരിക്കും, നല്ല തിരക്കായിരിക്കും. വീട്ടിൽ പറയുന്ന ജോലിയിൽ നിന്ന് ക്ഷീണിച്ച് ഇവിടെ സൺഡേ ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ ഫുള്ള് വർക്കാണെന്ന് പറയുന്നത്. പിള്ളേരുടെ പുറകിന് പോകണം, വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കാണാം, അങ്ങനെ ഫുള്ള് തിരക്കായിരിക്കും. ചെറിയൊരു പൈപ്പ് അതിലോട്ട് ഇട്ടിട്ടാണ് ആ വെള്ളമെല്ലാം കൂടെ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് അവിടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ കൂടെ വെള്ളം അങ്ങ് ഫുള്ള് പൊക്കോളുവേ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ആ കല്ലൊക്കെ എടുത്ത് വാഷ് ചെയ്ത് ആ ഗ്ലാസ്സൊക്കെ വാഷ് ചെയ്ത് പുള്ളിക്കാരന് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്കും അനിയനും ചോദിക്കുക, എനിക്ക് ആക്ച്വലി എൻ്റെ പുതിയ ഫോണായിരുന്നു. അപ്പോൾ അതൊന്നും താഴെ വീണ അതിൻ്റെ ഡിസ്പ്ലേ പോയി. അങ്ങനെ ഞാനൊരു കവറിൽ ഇട്ടേക്കുമായിരുന്നു, ഹാൻഡ് ചെയ്യുന്ന ടൈപ്പ് കവർ. അപ്പോൾ പുതിയ ഫോൺ എടുത്തു. ഈ ഫോൺ എടുത്ത കാര്യം അവനെ അറിയത്തില്ലായിരുന്നു. ആ കവർ ഇട്ടേക്കുന്നതുകൊണ്ട് അവൻ ചോദിച്ചു പുതിയ ഫോൺ എന്താ മേടിച്ചെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരൻ അറിയുന്നില്ല ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ളത്. പക്ഷെ അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ വന്ന് ബാക്കിലോട്ട് ഇരുന്നിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. എന്നാൽ പിന്നെ എൻ്റെ വീഡിയോ കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ മനസ്സിലായി വീഡിയോ എടുക്കണം. അപ്പോഴത്തേക്ക് ആ മോഹമൊക്കെ തിരിച്ച് അങ്ങ് പോയി. ഞങ്ങൾ വല്യമ്മയും വലിയച്ഛനാണ്. എന്നെ വിളിക്കുന്ന അമ്മാമ്മ, ഹസ്ബൻഡിനെ വിളിക്കുന്നത് പുള്ളിക്കാരനെ വെപ്പാന്നാണ് വിളിക്കുന്നത്. വലിയച്ഛന്ന് വിളിക്കുന്നതാണ് വെപ്പാന്ന്, വലിയപ്പാന്ന് വിളിക്കുന്നതാണ് വെപ്പാന്നാണ് പുള്ളിക്കാരൻ പക്ഷേ വിളിക്കുന്നത്. ഇത് നമ്മുടെ ഫിഷ് ടാങ്ക് ഒക്കെ കണ്ടോ അങ്ങനെ ക്ലീനായി റെഡിയായി സുന്ദരക്കുട്ടന്മാരെല്ലാം ഇപ്പോൾ നല്ലപോലെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഞാനവിടെ മീൻസ് മുറിച്ച കാര്യങ്ങളൊന്നും എന്തൊക്കെയാണ് ഇനി ഞാൻ നട്ട സംഭവങ്ങൾ എന്തെങ്കിലും പോയോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് കുറച്ചുകൂടെ കോവയ്ക്ക താഴെ വീണ് ഉണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചുകൂടെ കോവയ്ക്ക കിട്ടി. അപ്പോൾ അതും എടുത്തു. ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നു, കോവയ്ക്ക നിന്ന് പേര അത് വെട്ടിയിട്ടുണ്ട്, അത് ഫുള്ള് വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു, അതിൻ്റെ മണ്ടഭാഗം പോയി, എന്താണെന്നറിയില്ല. നല്ലപോലെ കിളിച്ചു, മീൻസ് നല്ലപോലെ തേങ്ങയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ മണ്ട അങ്ങ് പോയി. അതിൻ്റെ തടിയാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. അങ്ങനെ അയ്യോ ഒരു തെങ്ങ് പോയല്ലോ എന്ന് വിചാരിച്ചുള്ള വിഷമത്തിൽ വന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്, ആ തടിയെല്ലാം വെട്ടിയിട്ടേക്കുന്നത്. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കഷ്ടപ്പെട്ട് നോക്കുന്നത് ഇതാണ് പേരയുടെ അപ്പോൾ ഇത്രയും വെച്ചാണ് അവർ മുറിച്ചത്. മീൻസ് ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടുള്ളൊരു പേരയാണേ.
കോവിൽ കയറി അതിൻ്റെ മീൻസ് പേരയ്ക്ക തരുന്ന അതങ്ങ് പോയി. പിന്നെ പേരയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടിൽ ഒരു തെങ്ങ് മാത്രമായിരുന്നു മുറിച്ചത്. ബാക്കിയെല്ലാം ബാക്ക് സൈഡിലുള്ളതൊക്കെ ആയിരുന്നു മുറിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്ക് സൈഡിലോട്ട് വന്ന് ഇതാണ് എൻ്റെ മൾബറി. അത് ഞാൻ നട്ടയാണ്. അപ്പോൾ അതിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാൻ. പിന്നെ ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നേ. ഇവിടെ ഉണ്ട്. ബാക്കിലും ഒരു തെങ്ങ് ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് മീൻസ് തേങ്ങ ഒന്നും ഇല്ലായിരുന്നു, നാളികേരം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ മുറിച്ചതാണ്. പിന്നെ വേറൊന്നിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ മണ്ടഭാഗം അങ്ങ് പോകാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നെ ഇത് ഇളിമ്പിപ്പുളിയാണ്. അതിൻ്റെയും കുറച്ച് കോതി വിട്ടിട്ടുണ്ട്. പിന്നെ അതേ ഒരു മഹാഗണിയും പിന്നെ ഒരു പൂവരശം നിൽപ്പുണ്ടായിരുന്നു, അതും കോതി വിട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ വെയിലും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നല്ലപോലെ ഇപ്പം വെയിലും ചെടികൾ വളരാനുള്ള സംഭവം എല്ലാം ഉണ്ട്. മറ്റേ ഫുള്ള് മൂടലായിരുന്നു, എല്ലാം ഇങ്ങനെ മൂടി നിൽക്കുന്ന പോലെ ഒരു ഇതായിരുന്നു. ഇപ്പം നല്ല വെളിച്ചമുണ്ട് ബാക്ക് സൈഡിൽ പോകുമ്പോൾ. ഇത് കണ്ടോ, ഇതാ വെട്ടിയിട്ടേക്കുന്ന ഓലയും കാര്യങ്ങളും എല്ലാം കണ്ടോ, അതിൻ്റെ മണ്ടഭാഗങ്ങളും ഒക്കെ. ഇവിടെ ഒരു കുഞ്ഞ് ചാമ്പയുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ സ്പെഷ്യൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.